നൽകിയത്. വയനാട്ടിലെ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഏറാട്ടുകുണ്ട് ഉന്നതിയിലെ ആദിവാസി യുവാവ് ബാലനാണ് കൊല്ലപ്പെട്ടത്. അതേസമയം വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ നാളെയും ഹർത്താൽ പ്രഖ്യാപിച്ചു. 2 ദിവസത്തിനിടെ 2 പേർ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് UDFന്റെ പ്രതിഷേധം. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ഈ ഒരു കഴിഞ്ഞ കൊല്ലം തന്നെ അത്രയധികം ആളുകളാണ് മരണപ്പെട്ടത്. അതിൽ വയനാട്ടിൽ മാത്രം 35 ദിവസത്തിനിടെ ഏകദേശം 3 പേർ മരിച്ചു. അല്ലെങ്കിൽ കണക്ക് പിന്നെയും ഉയരുകയാണ്. സംസ്ഥാനത്തുടനീളം ഈ ഒരു കണക്ക് ഉയരുകയാണ്. നമുക്കിതിനൊരു പരിഹാരം ആവശ്യമല്ലേ? ഈ ഒരു UDFന്റെ പ്രതിഷേധം നാളെ ഉണ്ട്, ഈ ഒരു ഹർത്താൽ ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കുന്നു. ഈ ഒരു പരിഹാരം തന്നെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വയനാട്ടിലെ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്ന ജനങ്ങൾക്ക് ഒരു പരിഹാരം ആവശ്യപ്പെട്ട് തന്നെയാണ് ഈ ഒരു പ്രതിഷേധത്തിലേക്കും UDF കടക്കുന്നത്, അല്ലേ? കാളിദാസ്, മലയോര മേഖലകളിൽ വയനാട്, ഇടുക്കി അടക്കമുള്ള ജില്ലകളിൽ, മലയോര മേഖലകളിൽ, അതോടൊപ്പം തന്നെ ഈ വനത്തോട് ചേർന്ന് നടക്കുന്ന ജില്ലകളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വന്യമൃഗ ഭീഷണി വലിയ രീതിയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. തുടർച്ചയായി ജനങ്ങൾക്ക് നേരെ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം, ഈ ഒരു ആശങ്ക വലിയ രീതിയിൽ തന്നെ ശക്തമായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് വീണ്ടും ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്. ദാരുണമായൊരു സംഭവമാണ് ഉണ്ടായത്. വയനാട് അട്ടമലയിലാണ് ഈ നമ്മുടെ ഉരുൾപൊട്ടലുണ്ടായ മേഖലയുടെ സമീപത്തുള്ള അട്ടമല എന്ന പ്രദേശത്താണ് ഒരാൾ കൊല്ലപ്പെടുന്നത്. ബാലൻ എന്നാണ് പേര്. 27 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. എന്തായാലും ആ യുവാവ് ഇന്നലെ രാത്രി കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ലഭ്യമാവുന്ന വിവരം. ഈ പ്ലാന്റേഷന്റെ തേയില എസ്റ്റേറ്റിനുള്ളിൽ അതിലേക്കുള്ള വഴിയിലാണ് ഈ ബാലന്റെ മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം അവിടെ ഉണ്ടായെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ആന അവിടെ വന്നിരുന്നുവെന്നും ഇപ്പോൾ പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഈ ചൂരൽമല അങ്ങാടിയിൽ നിന്നും സുഹൃത്തുക്കളൊപ്പം വീട്ടിലേക്ക് പോയതാണ് ബാലെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നൊരു വിവരം. ഇന്ന് രാവിലെ ഈ പണിക്ക് പോകാൻ വരാത്തൊരു സാഹചര്യത്തിലാണ് അന്വേഷിച്ചപ്പോൾ വഴിയിൽ ചവിട്ടി അരയ്ക്കപ്പെട്ട നിലയിലാണ് ബാലന്റെ മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും ഈ ഉരുൾപൊട്ടലിന് പിന്നാലെ അവർ ആട്ടമല പള്ളിക്ക് സമീപത്തെ എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിലായിരുന്നു താമസിച്ച് വന്നിരുന്നത്. എന്തായാലും വലിയൊരു ദാരുണമായൊരു സംഭവം തന്നെയാണ് അവിടെ ഉണ്ടായതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ കാട്ടാനയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട് വലിയ ഒരാൾ കഴിഞ്ഞ ദിവസം വയനാട് തന്നെ കൊല്ലപ്പെടുന്നു. അതിന് മുമ്പത്തെ ദിവസം ഇടുക്കിയിൽ കൊല്ലപ്പെടുന്നു. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം പാലോട് ഒരാൾ മരിച്ചത് കാട്ടാന ആക്രമിച്ച് കാട്ടാന ചവിട്ടിക്കൊന്നുള്ള രീതിയിലുള്ള സ്ഥിരീകരണമെല്ലാം തന്നെ വരുന്നത്. ഈ രീതിയിൽ തുടർച്ചയായി ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു ആശങ്കയാണ് ഉണ്ടാക്കുന്നതെന്നും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അടിയന്തര യോഗം വനംവകുപ്പ് വിളിച്ചിട്ടുണ്ട്. അത് തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം, ഈ വന്യമൃഗ ആക്രമണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പ്രതിപക്ഷം, അല്ലെങ്കിൽ UDF വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും നാളെ UDF ഹർത്താലാണ് വയനാടെന്ന് പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ വന്യജീവി ആക്രമണം രൂക്ഷമായിട്ടും നടപടി ഉണ്ടാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് UDFന്റെ നേതൃത്വത്തിൽ വയനാട് ജില്ലാ കമ്മിറ്റി ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കണമെന്നാണ്, അല്ലെങ്കിൽ വന്യജീവി ആക്രമണം തടയാനായുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വളരെ വേഗത്തിൽ ഉണ്ടാകണമെന്നാണ് ഒരാവശ്യം. ദിവസേന അവിടെ മരണം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ആക്രമണം ഉണ്ടാകുന്നത്, ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ ഒരു ആശങ്ക ഉണ്ടാകുമെന്ന് തന്നെയാണ് UDF മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. എന്തായാലും ദാരുണമായ സംഭവം വീണ്ടും ഉണ്ടായിരിക്കുന്നു. വയനാട് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. കാളിദാസ്, ശരി, നടപടി ആവശ്യമാണ്. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ കടുത്ത നടപടി തന്നെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അത്തരം നടപടികൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഉന്നതതല യോഗം AK ശശീന്ദ്രൻ വിളിച്ചു ചേർത്തത്. യോഗം പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അതിൻ്റെ വിശദാംശങ്ങളെല്ലാം നമുക്ക് ലഭിക്കും. വനമന്ത്രി മാധ്യമങ്ങളെ കാണുമെന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അതേസമയം ഈ ഒരു നടപടി കൃത്യമായി സർക്കാർ സ്വീകരിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ UDF നാളെ അവിടെ ഹർത്താലിന് ആഹ്വാനം നൽകിയിരിക്കുന്നത്. നാളെ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാകും എന്നുകൂടിയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.